നമസ്തേ. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ. അപ്പോൾ കുറച്ച് നാളിന് ശേഷം ഒരു 7 ദിവസമായി. അതിനുശേഷം ഇന്നാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ പുട്ടപ്പർത്തി എന്ന് പറയുന്ന സ്ഥലമാണ്. പലർക്കും അറിയായിരിക്കും, പലർക്കും അല്ല മിക്കവർക്കും അറിയായിരിക്കും. കാര്യം ഈ ഒരു ഗ്രാമം മൊത്തം തന്നെ ഒരു ആശ്രമമാണ്. ദിസ് ഈസ് മറിയ. ഇതാണ് മറിയ. We are in Puttaparthi. Prasanthi Nilayam. We go to Darshan. സായിബാബയുടെ വലിയൊരു ഭക്തയാണ് ഇദ്ദേഹം. മറിയ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. മറിയ എല്ലാ വർഷവും ഇവിടെ വരും. ഒരു 2-3 ആഴ്ചയെങ്കിലും ഇവിടെ തങ്ങിയിട്ടേ മറിയ പോകത്തുള്ളൂ. ഇദ്ദേഹം എൻ്റെ ഗസ്റ്റും കൂടെയാണ്. ഞാൻ യോഗ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പുട്ടപ്പുറത്തേക്ക് ഇന്നലെ ഞാൻ എത്തിയത്. ഇന്നലെ ഏകദേശം ഒരു രാത്രിയാണ് എത്തിയത്. ട്രെയിൻ ഏകദേശം നന്നായിട്ട് ഡിലേ ആയി. അപ്പം രാത്രിയാണ് എത്തിയത്. ഇന്നാണ് നമ്മളിപ്പോൾ സ്ഥലമെല്ലാം ഒന്ന് കാണാൻ പോകുന്നത്. ഒരാൾ കൈയും കാണിച്ച് താറ്റയും കാണിച്ച് വരുന്നുണ്ട്. ആരാണെന്നൊരു പിടിയില്ല. ഫൈൻ, നോട്ട് ബൈ. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ആശ്രമം എല്ലാം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ സ്ഥലവും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആശ്രമത്തിൻ്റെ അകത്തേക്ക് വീഡിയോ നമുക്ക് അലോഡല്ല. ഇതാണ് ആശ്രമത്തിൻ്റെ അകം. ഇതുവഴിയാണ് നമുക്ക് അകത്ത് കയറാനുള്ളത്. ഓക്കെ, അങ്ങോട്ട് ക്യാമറ അലോഡല്ല, അതുകൊണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, ആശ്രമത്തിൻ്റെ അകത്ത് നമുക്ക് വലുതായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നാലും ഈ കാണുന്നത് ഇവിടുത്തെ കൺവെൻഷൻ സെൻ്ററാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററാണ്. മോദി അതേപോലെയുള്ള ആൾക്കാർ, വലിയ വലിയ VIPs വരുമ്പോൾ അവർക്ക് തങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും കൂടെയാണ്. അത്ര ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും പുട്ടപ്പുറത്തിൽ വരാത്ത ആൾക്കാരാണെങ്കിൽ വരിക, കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അത് മാത്രമല്ല ഇവിടെ എന്തു പറയാം, അതിശയമായിട്ടുള്ള പല എക്സ്പീരിയൻസ് കിട്ടി. ഇവിടെ ഒരു ഭക്തനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ റൂമുണ്ട്. ആ റൂമിൽ ബാബാജിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ പറയണതാണ്. ആ ഫോട്ടോയിൽ, ആ പടത്തിൽ തനിയെ ഭസ്മം വന്നുകൊണ്ടിരിക്കുക. വിഭൂതി നമ്മൾ ഈ ഇട്ടിരിക്കുന്നില്ലേ, ഈ വിഭൂതി വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം പല ആൾക്കാരും വന്നിട്ട് പല രീതിയിലെ കമൻറ്റുകൾ ഇടുമെന്നറിയാം. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഭയങ്കര അതിശയമായിട്ടുള്ള പല സംഭവങ്ങളും എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കിട്ടുന്നത്. ഭയങ്കരപ്പെട്ടൊരു ആശ്രമമാണ്, വലിയ ആശ്രമമാണ്. കാണാൻ താല്പര്യമുള്ളവർ വരിക, കാണുക, എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, ഭക്തിയിൽ വരിക. വെരി സൂപ്പർ. Didi, say about the ashrama. We are in Prasanthi Nilayam. This is a very, very big ashram from Satya Sai Baba, and we are so happy to stay here. And now a special video only for you, because it is not allowed that we will do this video, but enjoy now the bhajans and the atmosphere with us online. Sairam. ഒരു രക്ഷയില്ല. വന്നാൽ എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. വരിക, എൻജോയ് ചെയ്യുക. പലർക്കും പല രീതിയിൽ നിങ്ങളെ ഭക്തിയിലാണ്, സംവിധാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. ഓക്കെ, ശരി. വെളിയിൽ ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുക. ഇവിടെ തൊട്ടടുത്തുള്ളൊരു സായി ടവർ റെസ്റ്റോറൻറ്റിൽ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് വിശക്കണം. നമ്മളെ മറിയ ചേച്ചി ഇവിടെ ഉണ്ട്. ഫോണിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുക. വീഡിയോസൊന്നും ഇതേപോലെ എല്ലാ ദിവസവും ഇടാൻ പറ്റുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇതേപോലെ തിരക്കും യാത്രകളും ഒക്കെ ആയതുകൊണ്ട്. ഇന്നിപ്പോൾ 7 ദിവസം ഞാൻ ഇവിടെ കാണും. ഞാൻ കഴിയുന്ന രീതിയിൽ വീഡിയോസൊക്കെ എടുത്ത് എല്ലാ ദിവസവും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ശരി. അടുത്തൊരു വീഡിയോ കാണാം.